റൈറ്റിംഗ് സബ് ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റിംഗ് സബ് ടെസ്റ്റിൽ യൂഷ്വലി യു വിൽ ഗെറ്റ് റെഫറൽ ലെറ്റർ. ഒരു റെഫറൽ ലെറ്റർ എഴുതാനായിട്ട് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിലെ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽ കേസ് നോട്ട് നിങ്ങൾക്ക് കിട്ടും. ഇൻ ദാറ്റ് കേസ് നോട്ട് റൈറ്റിംഗ് ടാസ്ക് ആൻഡ് റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി ഗിവൺ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു റൈറ്റിംഗ് കേസ് നോട്ട്, അത് ഏത് രീതിയിലാണ് പുതിയതായിട്ട് OET പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ റൈറ്റിംഗ് ഒരു കേസ് നോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദ സെയിം വേ അതിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് കണ്ടന്റ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് കേസ് നോട്ടിനെ ലെറ്റർ എഴുതുമ്പം ട്രാൻസ്ഫോം ചെയ്ത് എഴുതാം എന്നതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഒരു കേസ് നോട്ടാണ് ഞാനിപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നത്. So this is a case note. Writing subtest, usually you will get 45 minutes for writing. Adanatha 5 minutes is for reading and understanding the case note. Rest 40 minutes ആണ് നിങ്ങൾക്ക് ഒരു ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ലെറ്റർ എഴുതുമ്പം ഇവാലുവേഷൻ ക്രൈറ്റീരിയ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിനു മുമ്പിലുള്ള വീഡിയോയിൽ നമ്മൾ ഇവാലുവേഷൻ ക്രൈറ്റീരിയയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോ whenever you get a case note, you have to read from the last. അതായത് കേസ് നോട്ടിന്റെ ലാസ്റ്റിലാണ് റൈറ്റിംഗ് ടാസ്ക് ഉള്ളത്. അപ്പൊ റൈറ്റിംഗ് ടാസ്ക് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ റൈറ്റിംഗ് ടാസ്കിലേക്ക് പോവുകയാണ്. നമുക്ക് റൈറ്റിംഗ് ടാസ്ക് എന്താണെന്ന് നോക്കാം. പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആദ്യം നമുക്ക് റൈറ്റിംഗ് ടാസ്ക് എന്താണെന്ന് നോക്കാം. റൈറ്റിംഗ് ടാസ്കിൽ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആർക്കാണ് എഴുതേണ്ടത്, അവരുടെ അഡ്രസ് എന്താണ്, ഇനി എന്താണ് ടാസ്ക് അല്ലെങ്കിൽ പേർപ്പസ് ഓഫ് റൈറ്റിംഗ്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് റൈറ്റിംഗ് ടാസ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ റൈറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ നമുക്കൊരു റെഫറൽ ലെറ്റർ ആണ്, അതായത് ഒരു നഴ്സിന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നഴ്സിന് എഴുതുന്ന ഒരു റെഫറൽ ലെറ്റർ ആണ് ഈ കേസ് നോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ദിസ് ഇസ് ദ റൈറ്റിംഗ് ടാസ്ക്. So this is the writing task. You are registered nurse at a rehabilitation ward. Using the informations, write a referral letter to nursing director, Miss Maureen Martinson, Spirit Community Service, 18 to Champion Drive, requesting ongoing care for the patient. അതായത് ഇവിടെ നമ്മളൊരു പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഓൺഗോയിങ് കെയറിന് വേണ്ടിയിട്ട് നമ്മളൊരു ലെറ്റർ എഴുതുവാണ് ടു എ നഴ്സിംഗ് ഡയറക്ടർ. ഓക്കെ, ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആണ് റീഹാബിലിറ്റേഷൻ വാർഡിൽ. യു ആർ എ രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് ദ റീഹാബിലിറ്റേഷൻ വാർഡ്. സോ ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു നഴ്സിംഗ് ഡയറക്ടറിന് ഒരു ലെറ്റർ എഴുതുവാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു റെഫറൽ ലെറ്റർ ആണ്. ഓൾവേസ് നിങ്ങൾ എഴുതുമ്പം ഇത് ഫോർമൽ രീതിയിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ ഓക്കെ സോ റൈറ്റിംഗ് ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ കേസ് നോട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണ് കേസ് നോട്ടിൽ കണ്ടന്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, so this is the patient details. The name of the patient is Kenneth Phillip. Age is 54 years and patient lives alone. Builder for 23 years. On business. Patient has son in UK. Divorced 15 years ago. No support from ex-wife and son. അപ്പം ഇവിടെ പേഷ്യന്റ് തന്നെ ജീവിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. 54 year old. ഒരു ബിൽഡർ ആണ്.
ഓൺ ബിസിനസ് ആയിരുന്നു ഇയാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്കൊരു മോനുണ്ട്, UK-യിലാണ്. ഇയാളുടെ എക്സ് വൈഫും മോനും പ്രത്യേകിച്ച് സപ്പോർട്ട്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇതാണ് ഈ പേഷ്യന്റ് ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ നിങ്ങൾ ലെറ്റർ എഴുതുമ്പം 180 to 200 വേർഡ്സിനുള്ളിൽ നിങ്ങളുടെ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യണം. പ്ലസ് അത് ഫോർമൽ വേയിലായിരിക്കണം. ദെൻ പ്രൊഫഷണൽ സ്റ്റൈൽസ് ഫോളോ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വേണം നമ്മൾ ലെറ്റർ എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെ ലെറ്റർ എഴുതുമ്പം എൻറ്റയർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കേസ് നോട്ടിൽ തന്നിരിക്കുന്ന എൻറ്റയർ കണ്ടന്റും നമുക്ക് എഴുതാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പം റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ് സെലക്ട് ചെയ്യുക. സോ ഫ്രം ദിസ് പേഷ്യന്റ് ഡീറ്റെയിൽ ഇസ് ഓൾവേസ്, ഏത് സിറ്റുവേഷൻ ആർക്ക് എഴുതുവാണെങ്കിലും പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്നുകൂടെ ഓർത്തിരിക്കുക, റീഹാബിലിറ്റേഷൻ വാർഡിലുള്ള നിങ്ങളുടെ പേഷ്യന്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂഡ് കെയറിന് വേണ്ടിയിട്ട് ഒരു നഴ്സിന് സബ്മിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂഡ് കെയർ എന്ന് പറയുമ്പം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് ഇനി എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ മാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് എഴുതാനായിട്ട്. സോ പേഷ്യന്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് പേഷ്യന്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ്. ഇപ്പൊ പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി ആണ് അടുത്ത തന്നിരിക്കുന്നത്. സോ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇൻഡസ്ട്രിയൽ ലങ് ഡിസീസ് സിൻസ് 2008 and patient admitted in Spirit Hospital for bilateral lung transplantation on date. So ഇവിടെ സർജിക്കൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയത് ബൈലാറ്ററൽ ലങ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടാണ്. ഡേറ്റ് തന്നിട്ടുണ്ട്. ഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഏത് സർജറിയുടെ കേസ് ആണെങ്കിലും എന്ന് സർജറി കഴിഞ്ഞു എന്നത് മെൻഷൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സർജിക്കൽ ഡേറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പേഷ്യന്റ് സ്റ്റേഡ് ICU പോസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് ട്രാൻസ്ഫർ ടു തൊറാസിക് വാർഡ്. സോ പേഷ്യന്റ് സർജറി കഴിഞ്ഞതിന് ശേഷം ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് തൊറാസിക് വാർഡിലേക്ക് ട്രാൻസ്ഫർ ആക്കി. ഓക്കെ, ആൻഡ് പേഷ്യന്റ് ട്രാൻസ്ഫർ ടു റീഹാബിലിറ്റേഷൻ യൂണിറ്റ്. സോ ഈ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് പേഷ്യന്റ് അണ്ടർവെന്റ് ഓൺ സർജറി, ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന് early the patient required ICU admission and later on പേഷ്യന്റിനെ റീഹാബിലിറ്റേഷൻ യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്തു. വിച്ച് മീൻസ് പേഷ്യന്റിന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി ഇസ് ഗുഡ്. ഓക്കെ, അപ്പൊ അത് നല്ലതായിട്ട് പേഷ്യന്റ് റിക്കവേർഡ് ആയി. ഓക്കെ, അതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കണ്ടീഷൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് എങ്ങനായിരുന്നു പേഷ്യന്റിന്റെ സിറ്റുവേഷൻ. ഓക്കെ, സോ എഗെയിൻ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക, നിങ്ങൾ ലെറ്റർ എഴുതുന്നത് ഒരു റീഹാബിലിറ്റേഷൻ യൂണിറ്റിലേക്ക്, ഒരു റീഹാബിലിറ്റേഷൻ യൂണിറ്റിൽ നിന്ന് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ, അതായത് നമ്മളൊരു കണ്ടിന്യൂഡ് കെയറിന് വേണ്ടിയാണ് എഴുതുന്നത്. അപ്പം സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ എങ്ങനെ പേഷ്യന്റിനെ മാനേജ് ചെയ്തു എന്നുള്ളത് ഒരു മോസ്റ്റ് റെലവെന്റ് ഐഡിയ ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, ഉറപ്പായിട്ടും കണ്ടിന്യൂഡ് കെയറിൽ എന്തൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് മോസ്റ്റ് റെലവെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മാനേജ്മെന്റ് ചെയ്തു എന്നുള്ളത് റെലവെന്റ് ആണ്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അതിനൊരു മോസ്റ്റ് റെലവെന്റ് ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നില്ല. ഓക്കെ, സോ ഇവിടെ പേഷ്യന്റ് ഇസ് യൂസിങ് nasal 2 liters of oxygen through nasal, NP എന്ന് പറഞ്ഞ nasal bronchs. Oxygen saturation is 99% and patient is very anxious and prefer to use oxygen all the time. Aim to stop oxygen off to oxygen when the saturation reaches 92% on room air. അതായത് നമുക്ക് കേസ് നോട്ടിലെല്ലാം നോട്ട് ഫോംസിലാണ് തന്നിരിക്കുന്നത്. ഓൾവേസ് ഓർത്തിരിക്കുക, നോട്ട് ഫോംസ് നമ്മൾ യൂസ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ എഴുതുമ്പം സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ സെന്റൻസ് സ്ട്രക്ചറോട് കൂടി ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഏർലിയർ പേഷ്യന്റിന് ഒരു 2 liters ഓക്സിജനിലായിരുന്നു, വേർ ദ സാച്ചുറേഷൻ ഇസ് മെയിൻറ്റെയിൻ. പേഷ്യന്റ് ആങ്ഷ്യസ് ആണ്, പേഷ്യന്റിന് ഓക്സിജൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ബട്ട് നമ്മളുടെ എയിം എന്താണ്? പേഷ്യന്റിന്റെ സാച്ചുറേഷൻ നോർമൽ ആവുമ്പോൾ, റൂം എയറിൽ 92% എത്തുമ്പം ഓക്സിജനേഷൻ സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ഒരു നഴ്സിന്റെ സൈഡിൽ നിന്ന് എയിം അവർ പറഞ്ഞേക്കുന്നത്. ആൻഡ് പേഷ്യന്റ് ഇസ് ഏബിൾ ടു വാക്ക് 20 meters വിത്ത് 4-wheelie walker.
only requires supervision, requires minimal assistance with hygiene. അതായത് പേഷ്യന്റിന്റെ മൊബിലിറ്റി ആൻഡ് പേഷ്യന്റിന്റെ ഡെയിലി ലിവിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റഡ് വാഷിംഗ് ആൻഡ് ഡ്രൈയിങ് ബാക്ക് ആൻഡ് ഫീറ്റ്. സോ പേഷ്യന്റിന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് ദ പേഷ്യന്റ് റിക്വയർസ് ഓൺലി അസിസ്റ്റൻസ് ഫോർ വാഷിംഗ് ബാക്ക് അല്ലെങ്കിൽ ഡ്രൈയിങ് ബാക്ക് ആൻഡ് ഫീറ്റ്. ഓക്കെ, സോ അത് കുനിയാനും ബാക്കിലേക്ക് കൈത്തിരിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഓൺലി ലിസ്റ്റീരിയ ഡയറ്റ് and thin fluid. പേഷ്യന്റിന്റെ ഡയറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഗുഡ് ആപ്പറ്റൈറ്റ് ആൻഡ് സ്റ്റേജ് 2 പ്രഷർ അൾസർ, PUS pressure ulcer on the coccyx. Second daily dressing. അപ്പൊ പേഷ്യന്റിന് ഒരു ലൈക്ക് അൾസർ വന്നിട്ടുണ്ട്. ഈ അൾസർ ഓൾട്ടർനേറ്റീവ് ഡേയിൽ ഡ്രസ്സിംഗ് വേണം. പേഷ്യന്റ് കംപ്ലൈൻസ് പെയിൻ യൂസിങ് പ്രഷർ റിലീഫ് മാട്രസ് ആൻഡ് കുഷൻ. അപ്പൊ പേഷ്യന്റിന് ആ പർട്ടിക്കുലർ ബെഡ് സോർ പെയിൻഫുൾ ആണ്. സോ അതുകൊണ്ട് നമ്മൾ പെയിൻ റിലീഫ് മാട്രസ് ആൻഡ് കുഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറന്റ് മെഡിക്കേഷൻസ് തന്നിട്ടുണ്ട്. ഇമ്യൂണോസപ്രസൻസ്, പ്രെഡ്നിസോലോൺ. സോ ദർ ആർ ഒത്തിരി അധികം മെഡിസിൻസ് ആണ് ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത്. സോ മെഡിസിൻസ് കണ്ടോ, ഒത്തിരി അധികം മെഡിസിൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ മെഡിസിൻസ് ഒത്തിരി അധികം നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യേണ്ടത്, ഈ മെഡിസിൻസ് ഇമ്പോർട്ടന്റ് ആണോ എന്ന്. മെഡിസിൻസ് ഉറപ്പായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂഡ് കെയറിൽ ഒബ്വിയസ്ലി ഈ മെഡിസിൻസ് എല്ലാം തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. സോ ഈ മെഡിസിൻസ് കംപ്ലീറ്റ്ലി നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പം ഇതെല്ലാം നമ്മളുടെ നോട്ട്സിനകത്ത് എഴുതണം, അല്ലെങ്കിൽ നമ്മളുടെ ലെറ്ററിനകത്ത് ഈ എൻറ്റയർ മെഡിക്കേഷൻസ്, ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ എഴുതണോ. എൻ്റെ എഴുതുമ്പോൾ ഒത്തിരി അധികം വേർഡ്സ് നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് മൊത്തം എഴുതണമെന്നില്ല. പേഷ്യന്റ് എടുക്കുന്ന മെഡിസിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ലെറ്ററിന്റെ കൂടെ സെൻഡ് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് ദ ലിസ്റ്റ് ഓഫ് കറന്റ് മെഡിക്കേഷൻസ് ഹാവ് ബീൻ ഓൾറെഡി സെൻഡ് വിത്ത് ദിസ് ലെറ്റർ, അല്ലെങ്കിൽ ഓൾറെഡി അറ്റാച്ച്ഡ് വിത്ത് ദിസ് ലെറ്റർ, അങ്ങനെ പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ, സോ അത് ഏത് കേസിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലഡ് വാല്യൂസ് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ബ്ലഡ് വാല്യൂസ് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോന്ന് എഴുതി കഴിയുമ്പോൾ ഒത്തിരി അധികം വേർഡ് കൗണ്ട് കൂടുന്നത് കൊണ്ട് what you can do is, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഇതാണ്. The list of current medications have been attached with this letter. ഓക്കെ, ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്കത് മാറ്റാം. ഫൈൻ. ഓക്കെ, സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ മെഡിക്കേഷൻസ് ഇപ്പോൾ ഇവിടെ ഒത്തിരി അധികം മെഡിക്കേഷൻസ് തന്നിട്ടുണ്ട്. സോ മെഡിക്കേഷൻസ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ദെൻ ഇനി നെക്സ്റ്റ് റീസെന്റ് നോട്ട്സ് ആണ്. നെക്സ്റ്റ് സോഷ്യൽ ഹിസ്റ്ററി ആണ്. ദിസ് ഇസ് ദ സോഷ്യൽ ഹിസ്റ്ററി. പേഷ്യന്റ് ലിവ്സ് അലോൺ ഓൺ 5 സ്റ്റെയർ യൂണിറ്റ്. ഓൺ യൂണിറ്റ് ആണ്. 5 സ്റ്റെയേഴ്സ് ഉണ്ട്. ആൻഡ് ഈ 5 സ്റ്റെയേഴ്സ് ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണോ? പേഷ്യന്റിന് മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ് സപ്പോർട്ട് ഫ്രം യങ്ങർ സിസ്റ്റർ ഹു ലീവ് സെയിം ഏരിയ. അപ്പം ഇവർക്ക് നമ്മൾ ഓൾറെഡി മുമ്പിൽ പറഞ്ഞായിരുന്നു, മോനും എക്സ് വൈഫും സപ്പോർട്ട്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ ഇവിടെ യങ്ങർ സിസ്റ്റർ ഇസ് പ്രൊവൈഡിങ്, അല്ലെങ്കിൽ ദ പേഷ്യന്റ് ഗെറ്റ് സപ്പോർട്ട് ഫ്രം ഹർ യങ്ങർ സിസ്റ്റർ. ഇനി എന്തുകൊണ്ട് യങ്ങർ സിസ്റ്ററിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് ഹു ലീവ്സ് ഇൻ ദ സെയിം ഏരിയ. ഓക്കെ, ആൻഡ് ദ പേഷ്യന്റ് റിക്വസ്റ്റ് to go back driving and on business. അപ്പൊ പേഷ്യന്റ് ഈഗർ ആണ് വീട്ടിൽ പോകാനായിട്ട്. റീസെന്റ് നഴ്സിംഗ് നോട്ട്സ് തന്നിട്ടുണ്ട്. റീസെന്റ് നഴ്സിംഗ് നോട്ട് എന്ന് പറഞ്ഞത് എൻറ്റയർ സർജറി കഴിഞ്ഞിട്ടുള്ള എൻറ്റയർ നോട്ട്സ് അല്ല തന്നിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ദിവസത്തെ നോട്ട്സ് ആണ് തന്നിരിക്കുന്നത്. On 17th February 2019, the patient was quite anxious, complained shortness of breath during mobility, continuous oxygen therapy, 2 liters, oxygen saturation is 98%. Patient is reluctant to reduce oxygen. Reluctant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സമ്മതിക്കാണ്ടിരിക്കുക. ഓക്കെ, പേഷ്യന്റിന് ഓക്സിജൻ കുറയ്ക്കാൻ പേഷ്യന്റ് ഇൻട്രസ്റ്റ് ഇല്ല. അതായത് പേഷ്യന്റ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉള്ളതുകൊണ്ട് പേടിയുള്ളത് കൊണ്ടായിരിക്കും. കംപ്ലൈന്റ് കോക്കിക്സ് പ്രഷർ അൾസർ പെയിൻ, റെഗുലർ പാനഡോൾ ഗിവൻ. പാനഡോൾ ഇസ് എ മെഡിക്കേഷൻ, അനാൽജസിക്സ് ആണ്, പെയിൻ മെഡിക്കേഷൻസ് ആണ്. സോ അത് കൊടുത്തു. ഗുഡ് എഫക്റ്റ്. സോ ആഫ്റ്റർ പ്രൊവൈഡിങ് മെഡിക്കേഷൻ ദ പേഷ്യൻസ് പെയിൻ മൈറ്റ് ബി റെഡ്യൂസ്ഡ്. ഓക്കെ, dressing changed, minimal exudate, and patient required minimal assistance for hygiene and the activities of daily living. Okay, appo patient inde 17th തീയതിത്തെ റിസൾട്ട് എന്ന് പറയുന്നത് patient has been using oxygen, saturation maintained ആണ്, but patient oxygen stop ചെയ്യാൻ reluctant ആണ്, and patient ന് ഒരു coccyx ulcer ഉണ്ട്, and medicine കൊടുത്തു, dressing ചെയ്തു.
22nd, the patient accepted to reduce oxygen 1 liters in the morning, and oxygen saturation is also maintained normal, and the patient was able to walk with single point sticks around 20 meters without shortness of breath, only required supervision for mobility, and patient was very happy with progress and keen to be independent. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ പേഷ്യന്റ് ഭയങ്കരമായിട്ട് റിലക്റ്റന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പൊ പേഷ്യന്റ് അതൊക്കെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് വന്നിട്ടുണ്ട്. ആൻഡ് പേഷ്യന്റ് വാസ് വെരി ഹാപ്പി. ഓക്കെ, മെഡിക്കൽ ഓഫീസർ ഡിസ്കസ്ഡ് വിത്ത് പേഷ്യന്റ് അബൌട്ട് ഹോം ഓക്സിജൻ. അതായത് പേഷ്യന്റ് വേണമെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ ഓക്സിജൻ നിർത്തിയിട്ടില്ലല്ലോ, കുറച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ വീട്ടിൽ പോകുമ്പോൾ ഓക്സിജനും കൊണ്ടുപോവാം എന്നുള്ളൊരു ഡിസ്കഷൻ നടന്നു. പേഷ്യന്റ് എഗ്രീഡ് ടു ഗോ ഹോം വിത്തൗട്ട് ഓക്സിജൻ, ആൻഡ് പേഷ്യന്റ് കമൻസ്ഡ് സെൽഫ് മെഡിക്കേഷൻ, മെഡിക്കേറ്റിംഗ് വിത്ത് സൂപ്പർവിഷൻ. അപ്പൊ പേഷ്യന്റ് ഇവിടെ പറയുകയാണ് ഓക്സിജൻ ഇല്ലാണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോകാൻ റെഡിയാണ്. പ്ലസ് പേഷ്യന്റിന്റെ കുറെ മെഡിസിൻസ് നമ്മൾ പറഞ്ഞല്ലോ, ആ മെഡിസിൻസ് ഒക്കെ പേഷ്യന്റ് തന്നെ എടുത്തോളും, ബട്ട് സൂപ്പർവിഷൻ വേണം. ഓക്കെ, എടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അടുത്തത് 28th ഡേറ്റ് ആണ്. പേഷ്യന്റ് ഇസ് ഹാപ്പി ടു യൂസ് happy to not to use oxygen since last night. Oxygen saturation without oxygen 94. നമ്മളുടെ ആദ്യം ഒരു എയിം ഉണ്ടായിരുന്നു, ഓക്സിജൻ ഇല്ലാണ്ട് 92% ഓൺ റൂം എയർ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓക്സിജൻ സ്റ്റോപ്പ് ചെയ്യാൻ. ഇവിടെ അത് അച്ചീവ് ചെയ്തു. ആൻഡ് പേഷ്യന്റ് വാസ് ഇൻഡിപെൻഡന്റ് വിത്ത് ഹൈജീൻ ആൻഡ് ഡെയിലി ലിവിംഗ് ആക്ടിവിറ്റീസ്, മൊബിലൈസിംഗ് നിൽ എയ്ഡ് വിത്ത് സൂപ്പർവിഷൻ. നേരത്തെ പേഷ്യന്റ് നടന്നുകൊണ്ടിരുന്നത് ഒരു സിംഗിൾ പോയിന്റ് സ്റ്റിക്ക് വെച്ചായിരുന്നു. ഇപ്പൊ പേഷ്യന്റ് ഒന്നും അസിസ്റ്റീവ് ഡിവൈസ് ഇല്ലാണ്ട് തന്നെ നടക്കുന്നുണ്ട്, ബട്ട് ഓൺലി റിക്വയർസ് സൂപ്പർവിഷൻ. പേഷ്യന്റ് സെൽഫ് മെഡിക്കേറ്റിംഗ് with supervision. അപ്പൊ മെഡിക്കേഷൻ അവർ തന്നെ എടുക്കുന്നുണ്ട്, ബട്ട് ഓൺലി റിക്വയർ സൂപ്പർവിഷൻ. വൂണ്ട് നേഴ്സ് കെയിം ആൻഡ് റിവ്യൂഡ് കോക്സിക്സ് വൂണ്ട്. അപ്പൊ ഒരു വൂണ്ട് നേഴ്സ് വന്നു, വൂണ്ട് check ചെയ്തു. Required dressing every second day after discharge. So though the patient is ready for discharge, the patient requires dressing. A dressing change, കോക്സിക്സിലെ ബെഡ് സോർ പ്രഷർ അൾസർ ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ഡേയിൽ ചേഞ്ച് ചെയ്യണം. ആൻഡ് പേഷ്യന്റിന്റെ ഡിസ്ചാർജ് ഡേറ്റ് എയിം ചെയ്തേക്കുന്നത് നാളെ, ടുമോറോ ഡിസ്ചാർജിന് റെഡി ആയിട്ടാണ് പേഷ്യന്റ് നിൽക്കുന്നത്. സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? റൈറ്റിംഗ് ടാസ്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ ഇവിടുത്തെ റൈറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത് വി നീഡ് ടു റൈറ്റ് എ ലെറ്റർ ടു എ നഴ്സിംഗ് ഡയറക്ടർ വെയർ കമ്മ്യൂണിറ്റി സർവീസിൽ. അപ്പം പേഷ്യന്റ് വീട്ടിൽ ചെന്ന് കഴിയുമ്പം കമ്മ്യൂണിറ്റി സർവീസിൽ നിന്ന് പേഷ്യന്റിന് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു നഴ്സിനെ സെൻഡ് ചെയ്യണം. സോ ദിസ് ഇസ് ദ ഐഡിയ. ഫൈൻ. ഓക്കെ, സോ ഇതാണ് കേസ് നോട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? പേഷ്യന്റ് ഹാഡ് സർജറി അല്ലെങ്കിൽ പേഷ്യന്റ് അണ്ടർവെൻ സർജറി, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്ന് സർജറി കഴിഞ്ഞു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യന്റിന്റെ സർജിക്കൽ ഇവന്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജിക്കൽ ഇവന്റ് എന്താണ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇപ്പൊ പ്രസന്റ്ലി വാട്ട് ഇസ് എന്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ലെറ്റർ എഴുതുമ്പം ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ലെറ്റർ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഇത് ഫോർമൽ ലെറ്റർ ആണ്, ഫോർമൽ വേയിലായിരിക്കണം. പ്രൊഫഷണൽ സ്റ്റൈൽ ഹാസ് ടു മെയിൻറ്റെയിൻ, അത് അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്. വേർഡ് ലിമിറ്റ് ശ്രദ്ധിക്കണം, 180 to 200 വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇത് എഴുതുമ്പം ഏത് രീതിയിലാണ് ഇത് എഴുതുന്നത് നമുക്ക് നോക്കാം. ഇതിന് ഏറ്റവും ആദ്യം ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 4 ലെറ്റർ റൈറ്റിംഗില് ഒരു ടെംപ്ലേറ്റ് ഫോമാറ്റ് ഇല്ല. ഓക്കെ, ബട്ട് ഞാൻ ഇവിടെ ഫോമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു ലെറ്ററിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുമല്ലോ, ആ സ്ട്രക്ചർ ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പൊ ആ സ്ട്രക്ചറിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് അഡ്രസ് ആണ്. ഓക്കെ, അഡ്രസ് കഴിഞ്ഞ് ഒരു ലൈൻ ലീവ് ചെയ്തതിന് ശേഷം നമുക്ക് ഡേറ്റ് എഴുതാം. ഓക്കെ, ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം again leave one line. റൂൾഡ് പേപ്പറിലാണ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പേപ്പർ കിട്ടുന്നത്. സോ അഡ്രസ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഡേറ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം സല്യൂട്ടേഷൻസ് എഴുതാം. സല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കാണോ നമ്മൾ എഴുതുന്നത് ആളെ സല്യൂട്ട് ചെയ്യുക. സല്യൂട്ടേഷൻ കഴിഞ്ഞ് എപ്പോഴും കോമ നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ലീവ് വൺ ലൈൻ ആൻഡ് ദെൻ റെഫറൻസ് എഴുതാം. ഓക്കെ, സോ റെഫറൻസിൽ നമുക്ക് റെഫറൻസ് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ കോളൻ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ റെഫറൻസിൽ നമുക്ക് പേഷ്യന്റിന്റെ നെയിം ആഡ് ചെയ്യാം, പ്ലസ് ഏജ് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇത് കഴിഞ്ഞാൽ അടുത്തത് ലീവ് വൺ ലൈൻ
From here, introduction start. ലെറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് തുടങ്ങിയാണ് വേർഡ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് വേർഡ് ഇസ് കൗണ്ടിങ് ആസ് 1. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോഡി പാരഗ്രാഫ്സ് ആണ്. ഓക്കെ, ബോഡി പാരഗ്രാഫ്. എത്ര ബോഡി പാരഗ്രാഫ്സ് എഴുതണം? ഓക്കെ, എത്ര ബോഡി പാരഗ്രാഫ് എഴുതണമെന്ന് സാധാരണ എല്ലാ കാൻഡിഡേറ്റ്സും ചോദിക്കാറുണ്ട്. എക്സാക്ട്ലി ഒരു ബോഡി പാരഗ്രാഫിന്റെ നമ്പർ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ കണ്ടന്റ്. അതിൽ കേസ് നോട്ടിലെ കണ്ടന്റ് അനുസരിച്ച് പ്ലസ് നമ്മൾ ആർക്കാണ് എഴുതുന്നത്, ഇതൊക്കെ അനുസരിച്ച് ബോഡി പാരഗ്രാഫിന്റെ നമ്പേഴ്സ് ഉറപ്പായിട്ടും ചേഞ്ച് ആവും. പക്ഷേ 200 വേർഡ്സ് എഴുതുമ്പം സാധാരണ പാരഗ്രാഫിന്റെ കുറേയധികം റൂൾസ് വെച്ച്, ലാംഗ്വേജിലെ കുറേയധികം റൂൾസ് ഒക്കെ വെച്ച് ഏകദേശം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കൂടാണ്ട് ഒരു 3 to 5 പാരഗ്രാഫ്സ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി അതിനൊരു നിർബന്ധമില്ല. ഞാൻ നിർബന്ധമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒരു സേഫർ സോണിലായിട്ട് മാത്രം പറയുകയാണ്. ബോഡി പാരഗ്രാഫ് 3 തുടങ്ങി 5 വരെ ബോഡി പാരഗ്രാഫ്സ് എഴുതാം. ഓക്കെ, സോ ഈ ബോഡി പാരഗ്രാഫിൽ ഞാൻ അഗെയിൻ ഈ 3 to 5 എന്നുള്ളത് ഓക്കെ ഏകദേശം ഞാൻ 3 to 4 ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്തിനാണ്? ഞാൻ ഈ ബോഡി പാരഗ്രാഫിന്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിനെ ഞാൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ്. അതായത് ആ 5th പാരഗ്രാഫിനെ ഞാൻ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞ് ഞാൻ 5ാമത്തെ പാരഗ്രാഫിനെ ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, സോ വാട്ട് ഈസ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് അഡ്വൈസിൽ അല്ലെങ്കിൽ എന്താണോ ദ റീഡർ ചെയ്യേണ്ടത് അത് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് റെക്കമെൻഡേഷൻസിൽ എഴുതാം. ഓക്കെ, ഇപ്പൊ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് എന്തൊക്കെ സ്പെസിഫിക് ആയിട്ട് ചെയ്യണം. സോ ആ റെക്കമെൻഡേഷനിൽ ആ ഒരു ആക്ഷൻസ് ഉണ്ടല്ലോ, വാട്ട് ദ റീഡർ ഹാസ് ടു ഡു. ഓക്കെ, സോ അങ്ങനെയുള്ള ഇന്റർവെൻഷൻസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെക്കമെൻഡേഷനിലാണ്. ഓക്കെ, അത് കഴിയുമ്പം അഗെയിൻ ലീവ് 1 ലൈൻ എന്നിട്ട് ക്ലോസിംഗ് സെന്റൻസ് എഴുതാം. ഓക്കെ, ക്ലോസിംഗ് സെന്റൻസ് എഴുതാം. അത് കഴിയുമ്പോൾ ലീവ് 1 ലൈൻ ആൻഡ് യൂസ് കോംപ്ലിമെന്ററി ക്ലോസ്. Complementary clause. Clear? Complementary clause എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈക്ക് യുവേഴ്സ് സിൻസിയർലി ഓക്കെ എന്ന് യൂസ് ചെയ്യുന്നതാണ് കോംപ്ലിമെന്ററി ക്ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലോസിംഗ് സെന്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫോർമൽ ലെറ്റർ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പേഷ്യൻസിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലോസിംഗ് സെന്റൻസ്, ഇഫ് ഷുഡ് യു റിക്വയർ എനി ഫർദർ ക്വയറീസ് റിഗാർഡിംഗ് ദിസ് പേഷ്യന്റ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ, അല്ലെങ്കിൽ ഇഫ് യു റിക്വയർ ഫർദർ ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ, അല്ലെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ ഫോർ ഫർദർ ക്വയറീസ് റിഗാർഡിംഗ് ദിസ് പേഷ്യന്റ്. ഓക്കെ, അങ്ങനെ ഏത് രീതിയിൽ വേണേലും നിങ്ങൾക്ക് ക്ലോസിംഗ് സെന്റൻസ് എഴുതാം. ഓക്കെ, ക്ലിയർ ആയോ? സോ ദിസ് ഇസ് പെർട്ടിക്കുലർ ഫോർമാറ്റ്. ഇതിന് ഞാൻ ഒരു സ്പെസിഫിക് ഇന്നത് കഴിഞ്ഞ് ഇന്നത് എഴുതണം എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ ദീസ് ആർ ദ ക്രൈറ്റീരിയ. നമ്മൾ കുറച്ച് എഴുതേണ്ട കാര്യങ്ങൾ. അപ്പൊ അഡ്രസ് എഴുതണം. അഡ്രസ് എഴുതുമ്പോൾ അഡ്രസ് എന്നൊന്നും പറഞ്ഞ് എഴുതണ്ട. ജസ്റ്റ് ഈ റൈറ്റിംഗ് ടാസ്കിൽ തന്നിരിക്കുന്നത്, അതായത് മിസ് മോറിൻ മാർട്ടിൻസൺ, സ്പിരിറ്റ് കമ്മ്യൂണിറ്റി സർവീസ് 18 ചാമ്പ്യൻ ഡ്രൈവ്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ദെൻ ഡിസ്ചാർജ്, ഇപ്പൊ ഡേറ്റ് നമ്മൾ ഡിസ്ചാർജിലാണ് എഴുതുന്നതെങ്കിൽ ഡേറ്റ് വിൽ ബി ലൈക്ക് ദിസ് 1 March 2019. Salutation, dear Miss Martinson. എപ്പോഴും നമ്മൾ ഇത് എഴുതുമ്പോൾ നെയിം യൂസ് ചെയ്യേണ്ട, സർനെയിംസ് യൂസ് ചെയ്താൽ മതി. റൈറ്റ്? ഇൻട്രൊഡക്ഷനിൽ പേഷ്യന്റിന്റെ പേരും പേഷ്യന്റിന്റെ ഏജും. ഓക്കെ, ദെൻ റെഫറൻസിൽ പേഷ്യന്റിന്റെ പേരും പേഷ്യന്റിന്റെ ഏജും. ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് തുടങ്ങി നമ്മൾ എഴുതുക. ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്,
what type of letter it is, അല്ലെങ്കിൽ what is the purpose of this letter. Okay, ഈ റൈറ്റിംഗിന്റെ പേർപ്പസ് എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും ഇതിനകത്ത് എഴുതിയിരിക്കണം. ഓക്കെ, ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് പേർപ്പസ്. ഓക്കെ, സോ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ഹാസ് ടു ബി മെൻഷൻഡ് ഇൻ ദ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ആഫ്റ്റർ റീഡിംഗ് ദിസ് ലെറ്റർ, വാട്ട് ദ റീഡർ ഹാസ് ടു ഡു. ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ റീഡർ എന്താണ് ചെയ്യേണ്ടത്, ഓക്കെ, എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടതും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ്. And third is, what is the present situation of the patient? ഇപ്പൊ പേഷ്യന്റിന്റെ സിറ്റുവേഷൻ എന്താണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പെർട്ടിക്കുലർ കേസ് നോട്ടില് പേഷ്യന്റിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പേഷ്യന്റ് ഇസ് റെഡി ഫോർ ഡിസ്ചാർജ്. പേഷ്യന്റ് ഡിസ്ചാർജിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പേഷ്യന്റ് ആണ്. ഓക്കെ, ഇനി ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒക്കെ കേസ് നോട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റിന്റെ പ്രസന്റ് കണ്ടീഷനെ കുറിച്ചായിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് ദ പേഷ്യന്റ് ഇസ് റെലവെന്റ്, ഇമ്പോർട്ടന്റ് ആണ്. What the reader has to do after reading this letter is important, and what is the purpose of writing. This is also very important. Clear? Then body paragraph la it depends. നമ്മൾ ഏത് രീതിയിലാണ് എഴുതുന്നത്. ഇനി ഈ പാരഗ്രാഫ്സ് തമ്മിൽ പ്ലസ് നമ്മൾ എഴുതുന്ന കണ്ടന്റുകൾ തമ്മിൽ ഒരു ഓർഗനൈസ്ഡ് വേ ആയിരിക്കണം. കണ്ടന്റ് സെലക്ഷൻ ഷുഡ് ബി അപ്രോപ്രിയേറ്റ് and always we need to concise. Okay, conciseness ഉണ്ടായിരിക്കണം. ആൻഡ് പ്രൊഫഷണൽ സ്റ്റൈൽസ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ദെൻ ലാംഗ്വേജിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, പങ്ക്ച്വേഷൻസ്, സെന്റൻസ് കൺസ്ട്രക്ഷൻ, യൂസേജ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് യൂസേജ് ഓഫ് ഡിഫറെൻറ്റ് വോയിസസ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ലാംഗ്വേജിൽ ശ്രദ്ധിക്കണം. ഓക്കെ, വേർഡ് ലിമിറ്റ് is 180 to 200 ആൻഡ് വേർഡ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് റെക്കമെൻഡേഷൻസ് വരെ. ക്ലോസിംഗ് സെന്റൻസിലും കോംപ്ലിമെന്ററി ക്ലോസും വേർഡ് കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കേസ് നോട്ടിൽ കാണുന്ന ഒരു നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. അതർവൈസ് feel free to contact me on 7736360007. ഓക്കെ, ഈ കേസ് നോട്ട് നിങ്ങൾക്കൊരു ചാലഞ്ച് ആയിട്ട് എടുത്തിട്ട് ലെറ്റർ എഴുതണം എന്നുണ്ടെങ്കിൽ അഗെയിൻ യു ആർ വെൽക്കം ടു സെൻഡ് ലെറ്റർ. നിങ്ങൾ ലെറ്റർ സെൻഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് മെയിൽ ഒന്ന് വേർഡിലായിരിക്കണം. ടൈപ്പ് ചെയ്ത് വേർഡിൽ നിങ്ങൾ ഈ മെയിലിലേക്ക് സെൻഡ് ചെയ്യുക. OET online athena@gmail.com. ലെറ്ററിന്റെ ഏറ്റവും ആദ്യം ഫ്രണ്ടില് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും മെയിൽ ഐഡിയും മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മെയിലിന്റെ സബ്ജക്റ്റിലല്ല, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്ററിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ടിങ് അഡ്രസ് എഴുതുന്നതിന്റെ മുമ്പിൽ നിങ്ങളുടെ പേരും അറ്റ്ലീസ്റ്റ് കോൺടാക്ട് നമ്പറും. ഓക്കെ, എന്നിട്ട് വേർഡ് ഫയലില് PDF ഈസ് ഓൾസോ ലൈക്ക് അത് നമുക്ക് എടുക്കാവുന്നതാണ്, ബട്ട് ഏറ്റവും ബെറ്റർ വേർഡ് ഫയൽസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അഗെയിൻ ഈ സെയിം ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് തന്നെ, നമ്പർ അഗെയിൻ ഐ വിൽ ജസ്റ്റ് ടൈപ്പ് ഓൺ ദ സ്ക്രീൻ 7736360007. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് സെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ OET ഫ്രീ ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് സെൻഡ് ചെയ്ത് കഴിയുമ്പം I'll send 5 കേസ് നോട്ട്സ്. ഈ കേസ് നോട്ട് നിങ്ങൾ വായിച്ചതിന് ശേഷം ആ 5 കേസ് നോട്ടിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എഴുതി സെൻഡ് ചെയ്യുക. 1-to-1 സെഷനിൽ ഞാൻ അതിൻ്റെ ലെറ്റർ കറക്ഷൻസ് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
കുറേയധികം കാൻഡിഡേറ്റ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ കുറച്ച് ആളുകൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ലെറ്റർ കറക്ഷൻ 1-to-1 സെഷൻസ് അറേഞ്ച് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. കുറച്ച് ഡിലേ ആയി കഴിയുമ്പം നമുക്ക് ആ 1-to-1 സെഷൻ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. Thank you all. I request all of you to stay safe and God bless you all. Thank you.